വിശുദ്ധ ലൂക്ക 1:43. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ, സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ആർക്കും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ആരെയും പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. മറിയത്തെക്കുറിച്ചും മറിയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സ്വർഗം ഭൂമിയിൽ ആദ്യമായി വെളിപ്പെടുത്തി കൊടുത്തത് ഇളയമ്മയായ എലിസബത്തിനാണ്. കൊച്ചുമകളായ മറിയത്തിൻ്റെ മഹത്വം സ്വർഗം എലിസബത്തിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഈ എലിസബത്ത് വിളിച്ചു പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന്. അതായത് ഇതിനു മുമ്പും എലിസബത്തിനെ സന്ദർശിക്കുവാൻ മറിയം പോയിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് മറിയം എലിസബത്തിനെ കുറിച്ച് കേട്ടപ്പോൾ തിടുക്കത്തിൽ ഓടിയത്. ക്രമപ്രകാരം എലിസബത്തിനെ സന്ദർശിച്ച കൊച്ചുമകൾ മേരി സ്തുതി കൊടുത്തിട്ടായിരുന്നു കടന്നു ചെന്നത്. അതാണ് മറിയം പറയുന്നത്, നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഭിവാദനം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. എന്നാൽ പതിവില്ലാതെ സ്വർഗം എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇളയമ്മയായ എലിസബത്തിനോട് പറയുകയാണ്, ഇന്നലെ വരെയും വന്ന നിന്റെ കൊച്ചുമകൾ മേരി അല്ല ഇന്ന് കടന്നു വരുന്നത്. അതായത് ദൈവത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട്, സ്വർഗത്തെ വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന കർത്താവിൻ്റെ അമ്മയാണെന്ന് എലിസബത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് മനുഷ്യരായിരുന്നില്ല, ലോകമായിരുന്നില്ല, സാക്ഷാൽ സ്വർഗമായിരുന്നു. ഇതുപോലെ മറിയത്തിൻ്റെ മഹത്വം നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം വെളിപ്പെടുത്തി തരണം പ്രിയപ്പെട്ടവരെ. അത് വെളിപ്പെടുത്തി തരുമ്പോഴാണ് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരും നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെ തന്നെയും പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠ വഴിയാണ് നമ്മളും നമ്മുടെ കുടുംബവും വലിയ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ ആയിത്തീരുന്നത്. എലിസബത്തിനാണ് ആദ്യമായി സ്വർഗം മറിയത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ, പിന്നീട് മറിയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒരു സാധാരണ സ്ത്രീക്കാണ്. അതായത് സാക്ഷാൽ യേശു തന്നെ ഒരു സദസ്സിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ യേശുവിൻ്റെ പ്രബോധനത്തിൽ ലയിച്ചു പോയാണ്. വിശുദ്ധ ലൂക്ക 11:27 കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചില ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആത്മാനുഭൂതിയിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. ഒരു വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളും അതോടൊപ്പം തന്നെ പണ്ട് കേട്ട വചനങ്ങളും വായിച്ച വചനങ്ങളും വായിച്ചിട്ടില്ലാത്ത വചനങ്ങളും നമ്മുടെ മനസ്സുകളിലൂടെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഇതുപോലെ യേശുവിൻ്റെ പ്രബോധനം കേട്ടുകൊണ്ടിരുന്ന ഈ സ്ത്രീ അവളുടെ മനസ്സിനെയും ആത്മാവിനെയും പരിശുദ്ധാത്മാവ് വേറൊരു തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ്. യേശുവിൻ്റെ പ്രബോധനമാണ് ഈ സ്ത്രീ കേൾക്കുന്നതെങ്കിലും അവളുടെ ചിന്ത മുഴുവൻ പരിശുദ്ധ മറിയത്തിലേക്കാണ് കടന്നുപോയത്. വീട്ടിലായിരിക്കുന്ന യേശുവിൻ്റെ അമ്മയെക്കുറിച്ചു അവൾ ധ്യാനിക്കുകയും അവിടെ കൊണ്ട് തീർന്നില്ല, അവൾ ചിന്തിക്കുകയാണ്, ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അമ്മ എങ്ങനെയായിരിക്കും. എന്നിട്ട് അവിടെ നിന്നും ഗർഭപാത്രത്തിലൂടെയും കടന്നുപോയി. ഈ സ്ത്രീയുടെ നിയന്ത്രണം വിട്ടുകൊണ്ട് ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു വചനമാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ വയോദരങ്ങളും എത്ര ഭാഗ്യമുള്ളവ. ഈശോ എന്താണ് അവിടെ പറഞ്ഞത്? എൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവർ അതിൽ കൂടുതൽ ഭാഗ്യമുള്ളവ. എന്ന് വെച്ചാൽ ലോകചരിത്രത്തിൽ വചനത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യാതെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രഖ്യാപിച്ചത് എൻ്റെ അമ്മയല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ആ വാക്കുകളിലൂടെയും ആ പ്രബോധനങ്ങളിലൂടെയും വെളിപ്പെടുന്നത്. ഇവിടെ ഒരു സാധാരണ സ്ത്രീക്ക് യേശുവിൻ്റെ വചനം കേട്ടതുവഴി മറിയത്തിൻ്റെ മറിയത്തോളം കൊണ്ടെത്തിക്കുകയാണ് അവളുടെ ചിന്തയും അവളുടെ വാക്കുകളും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മറിയം ആരാണെന്നോ മറിയത്തിൻ്റെ മഹത്വം എന്താണെന്നോ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല എങ്കിൽ നമുക്കത് വെളിപ്പെടുകയില്ല. രണ്ട്, സ്വർഗം അത് വെളിപ്പെടുത്തി തരുമ്പോൾ
നമ്മളത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്കത് സ്വീകാര്യവുമല്ല. വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോഴും മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് അടിസ്ഥാനമായി സമ്പൂർണമായി പ്രതിഷ്ഠ നടത്തണമെങ്കിൽ മറിയത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ട് കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ ഒരു സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ 33 ദിവസങ്ങളോളം മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകും. എന്നാൽ ഈ ഒരു കടന്നുപോക്കലിലൂടെ, ഈ ഒരു പ്രതിഷ്ഠയിലൂടെ മറിയത്തിൻ്റെ മഹത്വവും നമുക്ക് സ്വർഗം വെളിപ്പെടുത്തി തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ മറിയത്തെ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളെയും, പങ്കെടുക്കാനിരിക്കുന്ന സകല വ്യക്തികളെയും, അവരെയും അവരുടെ കുടുംബങ്ങളെയും മറിയം വഴി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.